പത്മഭൂഷൺ ഫാദർ ഗബ്രിയലിന്റെ ദേഹവിയോഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യക്കാകെ മാതൃകയായ കേരളത്തിന്റെ വിദ്യാഭ്യാസ ആതുര സേവന രംഗങ്ങളിൽ പകരക്കാരനില്ലാത്ത അത്ഭുത പ്രതിഭാസമായിരുന്നു CMI സഭാംഗമായി അന്തരിച്ച ഫാദർ ഗബ്രിയേൽ എന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഔദ്യോഗികമായും അല്ലാതെയും നിരവധി തവണ ഗബ്രിയേൽ അച്ഛനുമായി നേരിട്ടിടപഴകാൻ അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഏറ്റവും ആകർഷകമായി തോന്നിയത് അദ്ദേഹത്തിന്റെ വിനയവും മിതഭാഷണവുമാണ്. അഭിമാനാർഹമായ എത്രയോ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരാളായിട്ട് പോലും ജീവിതാന്ത്യം വരെ വിനയവും എളിമയും സേവന തൽപരതയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. 103-ാം വയസ്സിലും ചുറുചുറുക്കോടെ കർത്തവ്യനിരതനായി ഗബ്രിയേൽ അച്ഛൻ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്നു. ഫാദർ ഗബ്രിയേലിന്റെ നിര്യാണം കേരളത്തിനു മാത്രമല്ല രാജ്യത്തിനാകെ തന്നെ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ആ മഹാമനുഷ്യയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചു. അന്തരിച്ച പത്മഭൂഷൺ ഫാദർ ഗബ്രിയേലിന്റെ ഭൗതിക ശരീരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വേണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ റീത്ത് സമർപ്പിച്ചു. ഇലവന്ത്ര ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടി. മെയ് 8 രാവിലെ 4:50 പള്ളിയുണർത്തൽ, നട തുറക്കൽ, നിർമാല്യ ദർശനം, 5:10 ഗണപതി ഹോമം, 6:30 ഉഷപൂജ, 8 മണിക്ക് പന്തീരടി പൂജ, 9 മഹാമൃത്യുഞ്ജയ ഹോമം, പഞ്ചഗവ്യം, നവകം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജ, പ്രസാദ വിതരണം, പ്രസാദ ഊട്ട്, 3 തിടമ്പെഴുന്നള്ളിപ്പ്, 5:30 തായമ്പക എന്നിവയുണ്ടായി. വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് തോന്നിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലത്തോട് കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ താളമേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് 9 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ശേഷം നടക്കൽപ്പറ, അത്താഴപൂജ, ഗുരുതി തർപ്പണം, അന്നദാനം എന്നിവയും നടന്നു.